സ്തോത്രം. ചില സഭയിൽ എല്ലായിടത്തുമല്ല, ചിലയിടത്ത് പാടാൻ കഴിവുള്ള കൃപയുള്ളവര് ഉണ്ട്. അവർക്ക് അവസരം കൊടുക്കുകയില്ല. ചുമ്മാ ഒരു ട്യൂണും കാണുകയില്ല, യാതൊരു താളബോധമില്ലാത്തവൻ്റെ എല്ലാം മൈക്ക് അവൻ നിന്നങ്ങ് അമറുക. എന്നാൽ ആ സഭയിൽ നല്ല കഴിവുള്ളവര് കാണും, അവർക്ക് കൊടുക്കത്തുമില്ല. എനിക്കറിയാം, ഒരു പാസ്റ്ററുടെ ഭാര്യ ഒരു മൈക്കുമായിട്ട് അങ്ങിരിക്കുന്നത്, ഒരു ബോധമുള്ള തള്ളയല്ല പാട്ടിനെ പറ്റി. ഒരു 4-5 പുസ്തകമായിട്ട് കുത്തിയിരിക്കുക, ഒരു കൊച്ചു മൈക്കുമായിട്ട്. എന്നാൽ ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള സഹോദരിമാരുണ്ട്, അവർക്ക് കൊടുക്കുകയില്ല. ഇതിങ്ങനെ പൊരുന്നക്കോടി ഇരിക്കും പോലെ മൈക്കുമായിട്ട്. ഞാൻ ഒരിക്കലും ആ സഭയെ ചെന്നപ്പോ എന്നോട് വേറൊരാൾ പറഞ്ഞു, അച്ചോ ഏത് പാട്ട് പാടിയാലും കയറി പാടും, മൈക്കും കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. 5-6 പുസ്തകം സൈഡിൽ വെച്ചേച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പാട്ട് പാടി, ഒറ്റ പാട്ടിന്റെ കൂടെ പാടിപ്പിച്ചില്ല. അവിടെ വട്ടം വിട്ട് നോക്കുക പാട്ടിന്റെ ആദ്യം. അറിയത്തില്ല, ഞാൻ ആദ്യം എടുത്തില്ല. ഇടയ്ക്ക് നിങ്ങൾ യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ അർഹതപ്പെട്ടവന് കൊടുക്കണം. പാടാൻ കഴിവുള്ള സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അവര് പാടട്ടെ. ഭാഷ ഭാര്യ കിടന്ന് അലറണമെന്ന് തന്നെ എത്ര നിർബന്ധം. എന്റെ അഭിപ്രായം, ആ വചനത്തെ കൂട്ടി പഠിച്ച യോഗ്യരായവരെ ആക്കണം. പ്രൈസ് ദി ലോർഡ്.